ഹായ്, നമുക്കിന്നൊരു കക്ക റോസ്റ്റ് റെഡിയാക്കിയാലോ? അതിന് നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ആവശ്യത്തിനുള്ള കക്ക, പിന്നെ ഒരു സവാള, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. ഇത്രയും സാധനമാണ് നമ്മുടെ കക്ക റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടി വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. പിന്നെ ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് മതി കേട്ടോ. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, വേപ്പില എന്നിവ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കക്ക കഴുകി നീറ്റാക്കി മണ്ണൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ കക്ക എടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വേകാനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലുള്ള വെള്ളമെല്ലാം പറ്റിച്ച് നല്ല വരട്ടിയെടുക്കണം. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. തീ ഓഫാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കറി റെഡിയായി. ഇനി ഇത് നമുക്കൊരു നല്ല പാത്രത്തിലോട്ട് മാറ്റി വെക്കാം.